തൃശൂർ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അധ്യാപിക ദീപ നിശാന്തിനെതിരെ നടപടിയെടുക്കേണ്ടതില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അധ്യാപിക ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപവും ദേവസ്വം ബോർഡ് തള്ളി. അതേസമയം കേരളവർമ്മയിൽ ഹിന്ദുത്വ ഫാസിസമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അധ്യാപിക ദീപ നിശാന്തിനെതിരെ നടപടി വേണ്ടെന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിനോ വിദ്യാർത്ഥികൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്നതിനോ അധ്യാപിക ശ്രമിച്ചിട്ടില്ലെന്നാണ് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട്. അധ്യാപികയുടെ ഫേസ്ബുക്ക് പരാമർശങ്ങൾ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ പറഞ്ഞു. ക്യാൻറ്റീനിൽ സസ്യാഹാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് കോളേജിന്റെ നിയമാവലിയിൽ ഉള്ളത്. ക്യാൻറ്റീനിന് കൊടുത്തിരിക്കുന്ന കരാറിൽ അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമോ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിലും 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടന്നു വരികയാണ്. ഈ അന്വേഷണം പൂർത്തിയായ ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവൂവെന്നും ഭാസ്കരൻ നായർ പറഞ്ഞു. അതേസമയം ക്യാമ്പസിൽ ഹിന്ദുത്വ ഫാസിസം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും കേരളവർമ്മ കോളേജിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാടോടെ കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് വിരാമമാവുകയാണ്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.